ഹായ്, ഞാനും ഇശലും ഒരു യാത്ര പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. വേറെ എവിടേക്കല്ല യാത്ര, എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഏടത്തിയുണ്ട്. ഞങ്ങൾ മൂന്നാളും കൂടി പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം പോകാൻ വേണ്ടിയിട്ട് മാറ്റിയതാണ് കേട്ടോ. ഈ ഡ്രസ്സ് ഞാൻ അടിച്ചു കൊടുത്ത ഡ്രസ്സാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇന്നറൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഇടേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ ഇന്നർ ഇട്ട് കൊടുത്തെന്ന് മാത്രം. കാരണം ഇത് ഞാൻ സ്കൂളിലൊരു പരിപാടിക്ക് വേണ്ടി അടിച്ചു തന്നിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് അടിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ മുത്തൊക്കെ കൊയ്യുണ്ട് കേട്ടോ. അതാണ് ഞാൻ അവളോട് ഇങ്ങനെ പറയുന്നത്. ഇതിൻ്റെ ഇന്നർ ഇടാതെ ഇടുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ. പക്ഷേ ഇപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞ വർഷം അടിച്ചതായിട്ടുള്ള ഇടലൊന്നുമില്ല. എപ്പോഴും ജീൻസും ടോപ്പല്ലേ എന്ന് പറഞ്ഞങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചതാണ്. ഞങ്ങൾ ഇപ്പോൾ അപ്പുറം കടന്നാൽ ഒരു ഓട്ടോ വിളിച്ച് പോകും കേട്ടോ. അപ്പോൾ പഴയതൊക്കെ മതിയല്ലോ വെച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ നമ്മൾ വണ്ടി കയറാൻ ആ ഭാഗത്ത് കണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഏടത്തിയുമുണ്ട്. ഏടത്തിയും മോളും കൂടെ കൈയിടിച്ച് പോവുകയാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ വീടെത്തി കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഞാൻ മേലെ കാണിക്കാത്ത എന്താ വെച്ചാൽ ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ ഇരുന്നു കേട്ടോ ഞങ്ങൾ പോയപ്പം. അപ്പോൾ ഇതാ ചിക്കൻ പൊരിക്കുന്നുണ്ട്. പിന്നെ പിന്നെ ഇത് നമ്മളെ എന്താ പറയുക ചിക്കൻ കറി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതോട്ടെ എന്താ അമ്മ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ നെയ്ച്ചോറാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നെയ്ച്ചോറൊക്കെ അമ്മ തന്നെ ഉണ്ടാക്കിയിട്ടാണ്, നെയ്ച്ചോറും കറിയൊക്കെ. ഇത് പിന്നെ കച്ചമ്പർ ഉണ്ടാക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് സാലഡിന് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ അരിഞ്ഞ് വെച്ചതൊക്കെ നമ്മളാണ് ചെയ്തത്. പിന്നെ ചിക്കൻ പൊരിക്കണത് നമ്മളാണ് കേട്ടോ. ബാക്കിയൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളും ചില മൂത്തമ്മാൻ്റെ പേരക്കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവരുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കൂടെ വരാൻ. അങ്ങനെ ഇതാ അപ്പോൾ അവരും ഇന്നേശിലും ഇവരെല്ലാവരും കൂടി കളിക്കുകയാണ് കേട്ടോ. ഒരു കുറച്ച് നേരം ഫോണിൽ ഗെയിമൊക്കെ കളിച്ചു. പിന്നെ ഞങ്ങൾ ചോറയിച്ചിട്ടോ. ചോറയിച്ചതിന് ശേഷം അവരെന്ത് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളിങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് അപ്പോൾ അവർ പുറത്തിറങ്ങിയിട്ടോ. ഞാൻ പിന്നെ എല്ലാവരും അങ്ങനെ ഫേസ് കാണുന്നത് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മൊത്തത്തിൽ വീഡിയോ എടുക്കാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞ നമുക്ക് രാത്രിക്കൊക്കെ പൂളാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറമ്പിൽ ഇപ്പം കൃഷി ചെയ്ത പൂളകളുണ്ട്. പറഞ്ഞാൽ നമ്മൾ പറിക്കാൻ പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ആയുധങ്ങളൊക്കെ ഇട്ട് ഞാനും ഇപ്പം ഏടത്തിയും എല്ലാവരും കൂടി പോയിട്ടോ. അങ്ങനെ എല്ലാവരും കൂടി പൂൾ എന്താ കിട്ടുക നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഒന്നാമത് എന്താ വെച്ചാൽ ഈ പെരിച്ചായി തിന്നിട്ടേ പൂളൊന്നുമില്ല, ഒക്കെ കഴിഞ്ഞിരിക്കണ്. കുറേ പൂളകളുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ കാര്യമായിട്ട് കൃഷിയൊന്നും ഉണ്ടാക്കൂല, അങ്ങനെ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഇതെപ്പോഴും ഉള്ളതാണ്. എന്തായാലും പറിച്ച് നോക്കാമെന്ന് പറഞ്ഞ് പോകാം കേട്ടോ. കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല എന്നുള്ളതിലാണ് പോണത്. അങ്ങനെ പോയി. അപ്പോൾ ഇതേ കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ കുട്ടികളെ ആട്ടാണ് അവിടെ നിന്ന്. കാരണം നല്ല കാടാണ് കേട്ടോ. ഇവിടെ കാടും പൊന്തയൊക്കെ ആയിട്ട് മറ്റേ തുക എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, കടിക്കണ ചൊറിയും ആ സാധനം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മേത്തട്ടി ചൊറിയുണ്ടാച്ചിട്ട് ഞങ്ങളിങ്ങനെ വിരലേ എന്ന് പറഞ്ഞ് പറഞ്ഞേക്കണേ. എന്നാലും കാണാതെ കീഞ്ഞു വന്നത് അവർ. അങ്ങനെ പിന്നെ ഇതാ പൂള കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല 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 പൂളൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും ഒരുവിധം ഒപ്പിച്ച് കിട്ടിയെന്നേ പറയാൻ പറ്റൂ. പക്ഷെ നല്ലോണം പൂള ഉണ്ടാവണമായിരുന്നു കേട്ടോ. ഇത് ഒരു നമ്മളത് മണ്ണല്ല കേട്ടോ, ചെരലുള്ള സ്ഥലമല്ലേ, അതാണ്. അങ്ങനെ ഏടത്തി വലിയൊരു ബക്കറ്റൊക്കെ ഇട്ട് വന്നപ്പോൾ ഞങ്ങൾ കളിയാക്കാണ് അവളെ. എന്തിനാ വലിയൊരു ബക്കറ്റൊക്കെ ഇട്ട് പോകുന്നത്, അതിനൊന്നുമില്ല കിട്ടാനെന്ന് പറഞ്ഞിട്ടേ. കാണുന്ന പോലെ അല്ല കേട്ടോ, ഇത് കൊത്താൻ നല്ല പണിയുണ്ട്. ഇപ്പം ഞാൻ ആദ്യം കൊത്താൻ ഇപ്പം എനിക്കൊന്നും പറ്റൂല. ഞാൻ കൊത്തി നോക്കിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റൂല എന്ന്. അങ്ങനെ പിന്നെ ഇപ്പം എന്നെ കൊത്തിയത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ മരങ്ങൾ വേര് വരും. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ പോയത് കിട്ടൂല. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ കിട്ടിയതൊക്കെ എടുത്ത് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഏടത്തി ബക്കറ്റും കൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏടത്തി കണ്ടിട്ടില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ രാത്രി പിന്നെ ഫുഡ് പൂള ആക്കാമെന്ന് പറഞ്ഞ്, നെയ്ച്ചോറ് ഉള്ളവർക്ക് അതാക്കാം, എല്ലാത്തവർക്ക് പൂള ആക്കാമെന്ന് പറഞ്ഞേ. അങ്ങനെയായിരുന്നു പ്ലാന്. പിന്നെ ഇതാ ഇവർ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇവർ കാരണം എക്സാം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പഠിക്കുമായിരുന്നു കേട്ടോ. പഠിക്കാനുണ്ടായിരുന്നു ബുക്കിൽ. പിന്നെ ഇതാ പൂള പറ്റാത്തവരുണ്ട് പറഞ്ഞിട്ട് പിന്നെ ചപ്പാത്തിയാക്കി. അങ്ങനെ ചപ്പാത്തിയും പൂളയാണ്. പിന്നെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഏട്ട ഉണ്ടാവുമല്ലോ, ഏട്ടത്തല, അത് കറിവെക്കുമല്ലോ, അതാണ് കേട്ടോ രാത്രിക്കൊക്കെ. അപ്പം ഈ ഏട്ട ആങ്ങളെ കൊടുന്നായിരുന്നു. പിന്നെ അത് മുളകിടുമല്ലോ, അങ്ങനെ അത് കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് വലിയ ഏട്ടൊന്നുമല്ല, ചെറുത് തന്നെയാണ് കേട്ടോ. അവരെ തലയും ഒന്നാകുള്ള. അപ്പോൾ അത് കറി വെക്കുക. അത് പിന്നെ ഏട്ടത്തിയാണ് കേട്ടോ. അപ്പോൾ അത് കറി വെച്ച് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് വീഡിയോ എടുക്കുക. അവരെന്നോട് അറിയുന്നുണ്ട് ഇങ്ങനെ ഇടയിൽ കൂടെ വന്ന് വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങളുടെ കോൺസെൻട്രേഷൻ കളയല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഇടാനല്ലേ എന്ന് പറഞ്ഞിട്ട് ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിതൊക്കെ അതിൻ്റെ ശേഷം ഫുഡ് അയച്ചു കേട്ടോ. കാരണം സമയമില്ല, തിരിച്ച് പോകണമല്ലോ വീട്ടിലേക്ക് എന്ന് വിചാരിച്ചിട്ട് വേഗം കഴിച്ചു എല്ലാവരും. അവരും ഞങ്ങളൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് കേട്ടോ. ആങ്ങളുണ്ട് മൂത്തമ്മാനെ, അവരെ വീട്ടിലാക്കി കൊടുത്ത് പിന്നെ ഞങ്ങളെ വീട്ടിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരികയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിരിക്കണം കേട്ടോ. രാത്രിയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ വരുന്ന വെച്ചാൽ ഇട്ട ഡ്രസ്സിലാണ് എല്ലാവരും വരുന്നത് കേട്ടോ. വീട്ടിലിട്ട ഡ്രസ്സിൽ തന്നെ മോള് മിടിയൊക്കെ കയ്യിൽ പിടിച്ചത് എത്താത്ത ആരും പിന്നെ പുതിയത് മാറ്റിയിട്ടില്ല കേട്ടോ. അത് നമ്മൾ സ്വന്തമായിട്ടില്ലല്ലോ വരുന്നത്, കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ അങ്ങനെയാണ് പൊതുവേ വീട്ടിൽ പോയാൽ രാത്രിയിൽ അങ്ങനെ വരിക. അപ്പോൾ അതാ ഞങ്ങൾ വീടെത്താനായിട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.
ഞങ്ങളെപ്പോഴും വീട്ടിലേക്ക് പോയാൽ ഇങ്ങനെ എല്ലാം കഴിച്ചിട്ടാണ് വരിക. എല്ലാം കഴിച്ച് വന്നാൽ പിന്നെ നമ്മുടെ വീട്ടിലെത്തിയാൽ കിടക്കാൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ നേരം വെളുക്കുമ്പോൾ എന്നും നീക്കണ പോലെ നീക്കാമല്ലോ.